താങ്ക് യു. നീലക്കാർമുകിലോരം വിളയാടുമ്പോൾ മല്ലിപ്പൂ പുഴയോരം കളിയാടും. ഷാനിക്ക പാട്ട് കഴിഞ്ഞപ്പേ അഭിചേച്ചി എണീറ്റ് ദേവുന്റെ അമ്മ എവിടെന്ന് ആരോട് അഭിചേച്ചിയോടാ? രക്ഷപ്പെട്ട മോളെ അടിച്ചു മോനെ. കൊറേ വാവ് 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 ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു ജഡ്ജസിന്റെ അടുത്ത് നോക്കെ. ഭയങ്കര ഗംഭീരായിട്ടാണ് പാടിയത്. നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ആരോടാ ആദ്യം ചോദിക്കണ്ടേ? ആദ്യം സ്റ്റാൻഡിംഗ് ഒവേഷൻ തന്ന ഒരാളുണ്ട്. ആ ഓക്കെ. വികാരഭരിതയായി അതെ അതെ അതെ. അഭിചേച്ചി. ദേവിക. എന്തോ? ഓ, ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണെന്ന്. ഐ മീൻ ഈ പടത്തിലുള്ള എല്ലാ പാട്ടുകളും എന്താ അല്ലേ? ഓ, ഇൻക്രെഡിബിൾ സോങ്. ചെറിയ ആൽബം അല്ലേ? ചെറിയ ആൽബം. വളരെ ചെറുത്. അധികം വിറ്റ് പോയില്ലെന്ന് തോന്നുന്നു. അതെ അതെ. നമുക്ക് ആർക്കും ഓർമ്മ പോലും ഇല്ല ഈ പാട്ടുകളൊന്നും. മോക്ക് എത്ര വയസ്സുണ്ട്? 10 years. ഓ, എന്റെ അമ്മോ, ആള് ചെറുതാന്നേ ഉള്ളൂ. എന്റെ ഈശ്വര, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ എങ്ങനെ ഇതിനെ ഉണ്ടാക്കി? എന്തോ ചെയ്ത നിങ്ങൾ? ഐ ഡോണ്ട് നോ എന്താ സീക്രട്ട്, എന്താ മാജിക് എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല മോളെ. അത്ര ഭംഗിയായിട്ടാ മോള് പാടിയത്. there were certain some lines. ഇപ്പൊ എല്ലാ ചരണത്തിന്റെയും ആ ലാസ്റ്റ് വരെ ഉണ്ടല്ലോ, ഗന്ധർവരാഗമായ ആവട്ടെ അല്ലെ ഗന്ധർവ വേളയായി, അതിൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. പക്ഷെ അത് ഓൾമോസ്റ്റ് മോള് പാടുന്നത് കേട്ട് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം. അത്രയും ക്ലാരിറ്റിയോട് കൂടി അത്രയും ഭംഗിയായിട്ടാണ് മോള് പാടിയിരിക്കുന്നത്. എനിക്ക് that's it. എനിക്ക് വേറൊന്നും പറയാൻ പറ്റുന്നില്ല. സോ താങ്ക് യു. എനിക്ക് ആ താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. ഇത്രയും മനോഹരമായി പാടിത്തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിനെല്ലാം പുറകിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ്. അത് ഞാൻ നേരത്തെ ചോദിച്ചു. എന്താണ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത്? അതൊന്നും എനിക്ക് കേൾക്കണമല്ലോ. അതെ അതെ അതെ. അല്ല, ആര് അങ്ങനെയല്ല, ജഡ്ജസ് ആരെന്ത് ഓക്കെ എന്ന് പറഞ്ഞാലും എന്റെ മുഖം തെളിഞ്ഞാലേ മോക്ക് ഓക്കെ ആവുള്ളൂ. ഷാനിക്ക. അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നുന്നു. എനിക്കും ഇതുപോലൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. ഇങ്ങനെ എനിക്ക് കമ്പോസ് ചെയ്യാനുള്ള കഴിവ് മാത്രം ദൈവം തന്നു. കമ്പോസ് ഞാൻ പുട്ടുപോലെ ചെയ്യും. നമ്മള് ഇപ്പൊ ഒരു 10-60 പാടായി 100-300 പാട്ടുകളൊക്കെ. പിന്നെ ഇതുപോലത്തെ പാട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതുപോലത്തെ ഈ ഒരു ടച്ചുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യാൻ ഇപ്പൊ ഈവൻ ആലോലത്തിനും ആ ഒരു ഇതുണ്ട്. അരവിന്ദന്റെ അതിഥികളിലുള്ള പാട്ടുകൾക്ക് ആ ഒരു ഫ്ലേവർ, കർണാട്ടിക് ഫ്ലേവർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കമ്പോസ് ചെയ്യാം. എന്നിട്ട് മുമ്പിൽ ഒരാളെ വെച്ചിട്ട് നമുക്ക് പാടിക്കാം. പക്ഷെ പാടുക എന്ന് പറയുന്നത് അത് വേറെ സാധനമാണ്. അത് എന്റെ പൊന്നു മോളെ, ഒരു രക്ഷയില്ല മോളെ. താങ്ക് യു സർ. പിന്നെ നമുക്ക് ഇനി കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാം അല്ലേ? യെസ്. ഒന്നുമില്ല, ഫസ്റ്റ് ഹമ്മിങ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും. പക്ഷെ ഇത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം നല്ല കാര്യങ്ങൾ പറയാൻ. ഈ അല്ലറ ചില്ലറ. പക്ഷെ എൻ്റെ പൊന്നു മോളെ, ഈ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു അത്. താങ്ക് യു സർ. പിന്നെ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും എൻഡ് ലൈൻ, അടുത്ത പാലപ്പൂവിലേക്കുള്ള ആ കണക്ഷൻ കൊടുക്കുന്നത്, അമ്മേ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. അതെല്ലാം ഇവിടെ നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. അതിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ മോളെ. താങ്ക് യു സർ. ഓക്കെ, അപ്പം ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇനിയും നല്ല നല്ല പാട്ടുകളായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ് മോളെ. ഇനി പാസ് നമ്പർ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. യെസ്, ഓക്കെ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. ദേവിക, എന്തോ? നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗംഭീര, നമ്മുടെ മലയാളത്തിന് എന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. ജോൺസൺ മാഷും കൈതപ്പുറം തിരുമേനിയുടെ ആ ആൽബം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഗന്ധർവൻ, ഒരു ഗന്ധർവന് പറ്റി ഇത്രയും നല്ല പാട്ടുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളി സോങ്സ് ആണ് അതിൽ. ബിഗിനിങ്ങിലുള്ള ആ ഒരു ഹമ്മിങ് സ്ലിപ്പായി പോയി. കാരണം നമ്മുടെ ഒരു ഇൻട്രോ ആയിരുന്നത് ആ പാട്ടിൻ്റെ. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് പാടി.
കാരണം ഇത് ബ്രെത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് കിട്ടാൻ പാടാ ഇതിൽ. ഇങ്ങനെ പോകുന്നൊരു പാട്ടാണ്, എസ്പെഷ്യലി അനുപല്ലവി ചരണമൊക്കെ വരുമ്പോൾ. പക്ഷെ ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് പാടി, നല്ല അലേർട്ടായിരുന്നു പാടുമ്പോൾ. താങ്ക് യു സർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഹരിച്ചേട്ടാ. മാർക്സ് വെക്കാം അല്ലേ? ഓക്കെ. ഓക്കെ ചേച്ചി. ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ദേവു എന്തോ? 9. സൂപ്പർ. താങ്ക് യു സർ. ഹരിച്ചേട്ടാ. ആ ഹമ്മിങ് ഇങ്ങനെ ഒന്ന് പോയതുകൊണ്ട് ഞാൻ 9 തരുന്നു, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ മാർക്സ്. താങ്ക് യു. 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ. ഇനി ഞങ്ങൾ മറ്റേ ഫാസ്റ്റ് ട്രാക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പൊളിക്കണം നമുക്ക്. ഓക്കെ, പൊളിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ.